നമസ്കാരം, ഞാൻ ശ്രുതിനിധി. ശ്രുതീസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമുക്ക് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കുന്ന, പിന്നെ ദഹനമൊക്കെ നന്നായിട്ട് നടക്കാൻ സഹായിക്കുന്ന ഒരു സംഭാരം ഉണ്ടാക്കി നോക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭാരമാണ് കാണിക്കുന്നത്. പക്ഷെ ഇതിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഉള്ളൊരു സംഭാരമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നോക്കണേറ്റ് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഈ ചാനലൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കഴിയുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ വലതു ഭാഗത്ത് കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയിൽ ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ തൈരൊന്നും ഒടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് മിക്സിയിൽ ബൗൾ എടുക്കുന്നത്. അതിനായിട്ട് ഇതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മിക്സിയിൽ തന്നെ വെച്ചിട്ട് ഇത് അടിച്ചെടുക്കുന്നില്ല കേട്ടോ. ഇതിലോട്ട് ഒരു 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് മിക്സി ഉപയോഗിച്ചിട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നല്ല കട്ട തൈരാണെങ്കിൽ കൂടി ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായി അടിച്ചിട്ട് അതിൽ കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്താലും മതി. എന്നിട്ട് വെള്ളമായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കറക്കിയെടുത്തിട്ട് കൊണ്ടുവരാം. എന്നിട്ട് നമ്മൾ ഒന്ന് അടിച്ചെടുത്തിട്ടുള്ള ആ മോര് ഈ ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാണ്. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇതിലേക്കായിട്ട് ഒന്ന് ചതച്ചെടുക്കണം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു ഇടിക്കല്ല് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഇവിടെ ഞാൻ ഇടിക്കല്ലിൽ ചതയ്ക്കുന്ന സംഭവം എന്നൊക്കെയാണ് പറയാറ്. അപ്പം അങ്ങനെ ചതച്ചെടുക്കാനായിട്ട് 2 നെല്ലിക്ക വേണം, 1 ഇഞ്ചോളം വരുന്ന ഇഞ്ചി വേണം, പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 6 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്, ചെറിയുള്ളി, പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ഇതെല്ലാം കൂടിയിട്ട് വേഗം ഒന്ന് ചതച്ചെടുക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊന്നും എല്ലാം ചതച്ചെടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. അപ്പം നെല്ലിക്ക ഞാൻ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചതച്ചെടുക്കാനായിട്ട് എളുപ്പത്തിനായിട്ട്. അതിന് കൂട്ടത്തിൽ കുറച്ച് ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അങ്ങനെ ചതച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കാണ്. അങ്ങനെ ചതച്ചെടുത്ത് കഴിയുമ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഒരു വലിയ പച്ചമുളകാണ് ചതച്ചെടുക്കുന്നത്. പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. അപ്പം ഇതും കൂടിയിട്ട് ചതച്ചെടുത്തതിന് ശേഷം നമ്മളെല്ലാം കൂടിയിട്ട് ഒന്ന് മോരിലേക്ക് ഇട്ട് കൊടുക്കാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിൽ ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് കട്ടി തോന്നുന്നുണ്ട്. ഞാൻ ഇതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഉപ്പ് നോക്കുക. അപ്പോൾ വേണമെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇത് അരിച്ച് കുടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അരിച്ചിട്ടായാലും കുടിക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ സംഭാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നെല്ലിക്ക ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ നെല്ലിക്കയുടെ ഗുണങ്ങളും കൂടി സംഭാരത്തിൽ കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു ടേസ്റ്റ് വ്യത്യാസം ഇല്ല കേട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ നമുക്ക് ചേർക്കാൻ പറ്റുന്ന ഗുണങ്ങളുള്ള സാധനങ്ങളൊക്കെ നമുക്ക് സംഭാരത്തിൽ ചേർത്തിട്ട് ഇത് കുടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കൂടാതെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, അതായത് ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് കാണാം. അതുവരെ നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.